നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തുടരുന്നു. തിരുവനന്തപുരത്തും വടക്കൻ പറവൂരിലും കണ്ണൂരിലും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. കണിയാപുരത്ത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എം.പിയും കൊച്ചിയിൽ നിന്ന് മനീഷ് ശേഷ മാത്യുവും കണ്ണൂരിൽ നിന്ന് നിഖിലും ചേരുന്നുണ്ട്. ആദ്യം മനീഷ് ശേഷ മാത്യുവിലേക്ക്. മനീഷ്, എന്താണ് കൊച്ചിയിലെ അവസ്ഥ? കൊച്ചിയിൽ ഹർത്താൽ ആദ്യഘട്ടത്തിൽ ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വഴി തടഞ്ഞിരുന്നു. ഇപ്പോഴത് തുടരുന്നുണ്ടോ? എന്താണ് സ്ഥിതി? കൊച്ചിയിൽ കാര്യമായ രീതിയിൽ ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഈ നോർത്ത് പറവൂർ ഭാഗത്ത്, കച്ചേരിപ്പടി ഭാഗത്ത് ഈ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടയുകയും അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ സാധാരണഗതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ എല്ലാം തന്നെ പതിവ് പോലെ തന്നെ നിരത്തിലുണ്ട്, അവർ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ വ്യാപാരി ഏകോപന സമിതി ഈ സമരത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ തന്നെയാണ് ജനജീവിതം നിലവിൽ കൊച്ചി നഗരത്തിൽ മുമ്പോട്ട് പോകുന്നത്. ഈ വാഹനങ്ങൾ തടയുന്ന ഒരു സംഭവം ഉണ്ടായത് പറവൂർ കച്ചേരിപ്പടിയിൽ മാത്രമാണ്. അവിടെ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെവിടെയും കൊച്ചിയിൽ നിലവിൽ വാഹനങ്ങൾ തടയുന്നതോ അല്ലെങ്കിൽ സമരക്കാർ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലായിടത്തും സാധാരണഗതിയിൽ തന്നെ സാധാരണ ദിവസം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കൊച്ചി നഗരത്തിലടക്കം കാര്യങ്ങൾ പോകുന്നത്. സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിലുണ്ട്. KSRTC നിരത്തിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഹർത്താലിന് യാതൊരുവിധ തടസ്സങ്ങളും നിലവിൽ ഇപ്പോൾ കൊച്ചി അനുഭവപ്പെടുന്നില്ല. ഏക ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് കച്ചേരിപ്പടിയിൽ മാത്രമാണ്. മനീഷ് ശേഷ മാത്യു ആണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.